കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, പത്രോസ് ലീഹ ഈശോയെ തള്ളി പറയുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈശോയോ പത്രോസിനോട് പറയുന്നത്, പത്രോസേ, നീ എന്നെ തള്ളി പറയും. പത്രോസ് പറഞ്ഞു, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണത്. പൊങ്ങച്ചം പറഞ്ഞതല്ല. പത്രോസ് ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഈശോയെ തള്ളി പറയാൻ ഒരിക്കലും അവൻ ആഗ്രഹിച്ചില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നറിയൂ? ഈ തള്ളി പറയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് തള്ളിപ്പറയുന്നത് അവൻ ഒരു പരുക്കൻ ചോദ്യത്തിൻ്റെ മുമ്പിലല്ല. ഒരു സാധാരണ ഒരു സ്ത്രീ ഒഴുക്കൻ മട്ടിൽ ചോദിച്ചു, നിങ്ങളും ആ മനുഷ്യൻ്റെ ശിഷ്യനല്ലേ? പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു ഭയം, അത് അവനെ നിഷേധിക്കാൻ അവൻ്റെ ജീവിതത്തിൽ ഇടവരുത്തി എന്നുള്ളതാണ്. പത്രോസ് ഗുരുനിഷേധം നടത്തിയത് കോടതിയുടെ മുന്നിലല്ല, ഒരു സാധാരണ ഒരു സ്ത്രീയുടെ മുൻപിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് കർത്താവ് നിഷേധിക്കപ്പെടുന്നുണ്ട്. ഈ നിഷേധം വീണ്ടും തുടരുകയാണ്. പത്രോസിനെ സേവകരുടെ മുമ്പിൽ വെച്ച് പത്രോസ് ശപഥം ചെയ്യുകയാണ്, ഞാൻ ആ മനുഷ്യനെ അറിയുക പോലുമില്ല. മൂന്നാമത് ശപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉള്ളിൽ ഈശോയിൽ ഇടറിയ മനുഷ്യർക്ക് ഈശോയെ തള്ളിക്കളയാൻ എളുപ്പമാണ്. ഉള്ളിൽ ഈശോയുമായി ഒരു ഇടർച്ച സംഭവിച്ച വ്യക്തികൾക്ക് അവരെ വീഴ്ത്തുവാൻ വലിയ പാറക്കല്ലുകളൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു വെള്ളാരം കല്ല് മതി. ഈശോയിൽ ഇടറിയ മനുഷ്യർക്ക് വീഴ്ച സംഭവിക്കുവാൻ വലിയ പാറക്കെട്ടുകളോ വലിയ മർദ്ദനങ്ങളൊന്നും വേണ്ട, ചെറുത് മതി. അതാണ് പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഒരു ഒഴുക്കൻ മട്ടത്തിലുള്ള ചോദ്യം അവിടെ അറിയില്ല എന്ന് പറയുകയാണ്. നമ്മുടെ കർത്താവ് നമ്മിലൂടെ എത്ര പ്രാവശ്യം ഇതുപോലെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ആ ഒരു ചോദ്യം ഇന്നും നമ്മുടെ മുമ്പിൽ ചോദിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ പലപ്പോഴും ഈശോയെ നിഷേധിക്കുന്നുണ്ട്. നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ നന്മയെ മാറ്റി നിർത്തുമ്പോൾ, നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ഈശോയെ മാറ്റി നിർത്തുമ്പോൾ ഞാനും നിങ്ങളും പത്രോസിനെ പോലെ നിഷേധിക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം. ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. ഞാനും നിങ്ങളും പത്രോസിനെ പോലെ ഈശോയെ തള്ളിപ്പറയുന്നവരാണോ? സ്വന്തം സുഖത്തിനും ഇഷ്ടത്തിനും താല്പര്യത്തിനും വേണ്ടി പിശാചിനോട് ചേർന്ന് നിൽക്കാൻ മനസ്സ് കാണിക്കുന്നവരാണോ? പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുതേ. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈശോയെ തള്ളിപ്പറയാതിരിക്കാൻ, ഈശോയുടെ ആ സ്നേഹത്തിലും ഈശോയുടെ ആ ചൈതന്യത്തിലും നിലനിൽക്കുവാൻ ഒരു പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.